ശേഷം വൈകുന്നേരം ഒരു 6-6:30 കഴിഞ്ഞിട്ടുണ്ടാവും. കഴിഞ്ഞപ്പാണ് എന്താണ് ദുരന്തം എന്ന് മനസ്സിലാകുന്നത്. കാരണം ഇവിടുന്ന് കുറെ 2.5-3 കിലോമീറ്റർ അപ്പുറത്താണ് മണക്കുളങ്ങര അമ്പലം. അവിടുന്ന് പരമാവധി കിട്ടിയ ആളുകളൊക്കെ ആയിട്ട് വാഹനങ്ങൾ ഇങ്ങോട്ട് കുതിച്ചു വരുന്ന അവസ്ഥ. 2 ബോഡിയായിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്. 2 സ്ത്രീകളായിരുന്നു ഫസ്റ്റ് ഇവിടെ എത്തിയ ബോഡി. പിന്നീട് 3ാമത് മരിക്കുന്ന ആള് വൈമദ്യാണ്, ആശുപത്രിയിലേക്കുള്ള കോഴിക്കോടേക്കുള്ള വൈമദ്യാണ്. രാജൻ എന്ന് പറയുന്ന അദ്ദേഹം ഊരള്ളൂർ സ്വദേശി, ഒരു റേഷൻ കട നടത്തുന്ന ആളാണെന്നാണ് മനസ്സിലാക്കുന്നത്. അദ്ദേഹം മരിക്കുന്നത് ഇവിടെ വന്ന അധിക പരിക്കുകൾ എന്ന് പറഞ്ഞത് എനിക്ക് തോന്നുന്ന കല്ല് വീണിട്ടൊക്കെ ആയിരിക്കും. പിന്നെ ബോൺ ഇഞ്ചുറി ആയിരുന്നു, എല്ലിനൊരു പൊട്ടും എല്ലിന് ചതവുള്ള ആളുകളായിരുന്നു. ചില പേഷ്യൻസിനൊക്കെ നമ്മൾ ആംബുലൻസിലേക്ക് കയറ്റുന്ന സമയത്ത് അവർക്ക് നല്ല പെയിൻ ഉണ്ട്. ശരിക്കും അവർ പറയുന്നുണ്ട് ജെർക്കിങ്ങുള്ള സമയത്തൊക്കെ നല്ല പെയിൻ ഉണ്ടായിരുന്നു. എന്തായാലും നമ്മൾ കൊയിലാണ്ടിയിൽ എൻ്റെ ഒരു ജീവിതത്തിൽ ഇങ്ങനെ ആംബുലൻസുകൾ വരിയായിട്ട് നിരവധി ഇങ്ങനെ പോകുന്ന അവസ്ഥ നമ്മൾ ആദ്യമായിട്ട് കാണുക. അത്രയും ആംബുലൻസുകൾ സമീപപ്രദേശങ്ങളിലുള്ള എല്ലാ ആംബുലൻസുകളും സന്നദ്ധ പ്രവർത്തകരും എല്ലാം എല്ലാവരും ഇവിടെ ആശുപത്രിയിൽ സേവന സന്നദ്ധമായി തന്നെ നിന്നു. വരുന്ന പേഷ്യൻസിന് എക്സ്റേ എടുക്കുന്ന ആൾക്കാർ എക്സ്റേ എടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ എന്തെങ്കിലും ഇഷ്യൂസ് ഉള്ള ആളുകളാണെങ്കിൽ അന്നേരം തന്നെ റെഫർ ചെയ്ത് മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോകാനുള്ള ആംബുലൻസ് സംവിധാനങ്ങളൊക്കെ ഇവിടെ ഉണ്ടായിരുന്നു. ഇതിന്റെ പരിക്ക് പറ്റിയ ആളുകൾ വീട്ടിൽ പോയ ആളുകളുണ്ടായിരുന്നു. അങ്ങനെ വീട്ടിൽ പോയ ഒരാളാണ് പുളിയഞ്ചേരിയുള്ള ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, നാസിക്കിൽ കളിക്കുന്ന ചെറുപ്പക്കാരായിരുന്നു. വീട്ടിൽ പോയി തിരിച്ച് വീട്ടിലെത്തിയപ്പോഴാണ് അദ്ദേഹത്തിന് പെയിനൊക്കെ വന്നു. കൊയിലാണ്ടി ഹോസ്പിറ്റലിൽ ഏറ്റവും ലാസ്റ്റ് റെഫർ ചെയ്ത കേസ് അദ്ദേഹത്തിനാണ്. പിന്നീട് ഇവിടുന്ന് മെഡിക്കൽ കോളേജിലേക്ക് റെഫർ ചെയ്യാണ്ടായത്. ചെറിയൊരു കുട്ടിനെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ വീട്ടിൽ നിന്നാണ് കൊണ്ടുവന്നത്. പലരും പരിക്ക് വലിയ കാര്യമാക്കാതെ വീട്ടിൽ പോയ ആളുകളുണ്ട്. കാരണം എങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് വീട്ടിലെത്താം, അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു അവിടെ ഉണ്ടായിരുന്നത്, അവിടെയുള്ള ആളുകൾ പറയുന്നത്. അപ്പൊ അവിടുന്നൊക്കെ തന്നെ കിട്ടിയ ആളുകളെ എങ്ങനെയെങ്കിലൊക്കെ ഇവിടെ എത്തിച്ച് നല്ല രൂപത്തിൽ തന്നെ കെയർ ചെയ്തിട്ടാണ് പറഞ്ഞയച്ചത്. അതിൽ രക്ഷാപ്രവർത്തനത്തിൽ നിന്ന ഒരു ചെറുപ്പക്കാരുണ്ടായിരുന്നു, അവന്റെ കാലിലും പരിക്കുണ്ടായിരുന്നു. ഏറ്റവും ലാസ്റ്റ് ആ കുട്ടിയെയും അതുപോലെ തന്നെ പിന്നെ ആ ഒരു നാക്സിഡോൾ അടിച്ചവനെയാണ് ഇവിടുന്ന് റെഫർ ചെയ്തത്. ഏകദേശം 10-22 മേലെ ആളുകളെ ഇവിടുന്ന് റെഫർ ചെയ്തിട്ടുണ്ടാവും. പിന്നെ ചെറിയ പരിക്കുള്ള ആളുകളെ അവരിവിടെ ഒബ്സർവേഷനിൽ വെച്ചു. അതിനുശേഷം ഒരു നാരായണൻ എന്ന ആളുടെ ഒബ്സർവേഷനിൽ അദ്ദേഹത്തിന് തലയ്ക്ക് ഓട് വീണിട്ട് നല്ല പൊട്ടലൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ റെഫർ ചെയ്യേണ്ട കേസല്ലാത്തതുകൊണ്ട് അദ്ദേഹത്തെ വീട്ടിലേക്ക് വിട്ടിട്ടുണ്ട്. പിന്നെ ചെറിയ പരിക്കുള്ള ആളുകളൊക്കെ തന്നെ വീട്ടിലേക്ക് വിടാൻ ഉണ്ടായിട്ടുള്ളത്.